മലയാള സിനിമയിൽ ഒരു ചോദ്യം വർഷങ്ങളായി തുടരുകയാണ്. മികച്ച നടൻ ആരാണ്? മലയാളികളുടെ സ്വന്തം ലാലേട്ടനോ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയോ? ഇതൊരു ഫാൻ ഫൈറ്റ് അല്ല, ഇത് മലയാള സിനിമയുടെ രണ്ട് ലെജൻഡുകളുടെ കഥയാണ്. ഒരു വശത്ത് നാച്ചുറൽ ആക്ടിങ്ങിന്റെ രാജാവ്, മറ്റൊരു വശത്ത് പവർഫുൾ ഡയലോഗ് ഡെലിവറിയുടെ സാമ്രാജ്യം. 1980കളിലാണ് ഈ രണ്ട് നടന്മാരും മലയാള സിനിമയിൽ ശക്തമായി ഉയരുന്നത്. മോഹൻലാൽ ആദ്യം വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി. മമ്മൂട്ടി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ വലിയ സ്ഥാനം നേടി. ലാലേട്ടൻ അഭിനയിക്കുകയല്ല, അദ്ദേഹം കഥാപാത്രമായി ജീവിക്കുകയാണ്. കിരീടം പോലുള്ള സിനിമയിൽ നമ്മൾ കാണുന്നത് ഒരു നടനെയല്ല, ഒരു സാധാരണ മനുഷ്യന്റെ തകർച്ചയാണ്. മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ അത് ഒരു ശക്തമായ സാന്നിധ്യമാണ്. ദ കിങ് പോലുള്ള സിനിമയിൽ ഒരു ഡയലോഗ് മാത്രം മതി തിയേറ്റർ മുഴുവൻ കയ്യടിയോടെ നിറയാൻ. ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും വലിയ മാസ് കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അതേസമയം ദ കിങ്ങിലെ ജോസഫ് അലക്സ് IAS ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നുമാണ്. ഈ രണ്ട് നടന്മാർ ഇല്ലാതെ മലയാള സിനിമ ചരിത്രം പൂർണ്ണമാകില്ല. മലയാള സിനിമയിലെ മികച്ച നടൻ ആര് എന്നല്ല, മലയാള സിനിമയെ ഇത്രയും വലുതാക്കിയത് ആര് എന്നാണ് ചോദിക്കേണ്ടത്. ഉത്തരം ഒരേ ഒന്നാണ്: മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ.